ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നിങ്ങൾക്ക് നാളെ പോവാം. താങ്ക് യു ഡോക്ടർ. എന്റെ പാറക്കുട്ടി അപ്പ് എന്ന് ശബ്ദം കേട്ടാലുടൻ വലത് കൈ പൊക്കണം, സ്വിച്ചിൽ കൈ അമർത്തണം. നിനക്ക് ചാകാൻ ഇഷ്ടമാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഇടയിൽ നിനക്ക് കുറച്ച് ചാകാൻ ഇഷ്ടമാണോ എന്ന്? എനിക്ക് വയ്യ. എന്നാ ഒലക്കഞ്ഞെടുത്ത് എന്തിനാളിയാ? എന്നെ കാച്ചാനാണോ? തന്നെ കാച്ചാനല്ല, തന്നെ പട്ടിയെ കാച്ചാൻ. അതെന്തിനാ? മുതലാളിയുടെ മകളെ വീട്ടിൽ വളർത്തുന്ന പോമറേനിയും പട്ടി ഒന്ന് കടിച്ചു. കൊച്ചിപ്പോ ആശുപത്രിയില്ല. അയ്യോ, അതെന്താ പറ്റി? പേപ്പട്ടി വിഷം കൊച്ചിന്റെ പൊക്കിളിന് ചുറ്റും കുത്തിവെക്കുക. പേ ഇളകില്ലേ, രക്ഷപ്പെട്ടു. അതിന് എന്റെ പട്ടി കുഴപ്പമൊന്നുമില്ല അളിയ. എന്നായാ പറഞ്ഞേ, അളിയൻ ഈ പട്ടി കടിച്ചിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ടുണ്ടോ? ഇല്ല. നക്കിയിട്ടുണ്ടോ? പിന്നെ വീട്ടിൽ വളർന്നു നക്കായിരിക്കും. മതി, പേപ്പട്ടിയെ നക്കത്തുള്ളൂ. ആ തുപ്പല് ശരീരത്തിൽ തൊട്ടാ മതി, വിഷം കയറും. 1 മണിക്കൂറിനുള്ളിൽ കൊരയ്ക്കും. നേരാണോ അളിയ? അല്ല, മോരാ. അളിയാ, ഞങ്ങൾക്ക് പേടിയുണ്ട്. അളിയൻ ഈ പട്ടിയെ കൊണ്ട് സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ഇടേ, അകത്തുള്ളെല്ലാം കെട്ടിപ്പുറി കിടക്ക്, ഞങ്ങൾ പോട്ടെ. ഇയാൾ കുറച്ച് ആവുക മരിക്കുക എന്ത് വേണം ചെയ്യട്ടെ. പോവാ, വിട്, പോ. എനിക്ക് പോയുണ്ടോ? പട്ടിയുടെ കൊല പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി? ഇത് പേ തന്നെ. കയറെടുത്തുണ്ടോ? നമുക്ക് തെങ്ങയെ പിടിച്ചു കേട്ടാം. കല്യാണമേ, വാ മോളെ. അതൊക്കെ എടുത്തോളൂ. മോള് അനങ്ങാതെ കിടക്കണം കേട്ടോ. കല്യാണമേ, കുഞ്ഞിന് കുടിക്കാൻ പാല് കൊടുക്കാമല്ലോ. പിന്നെന്താ? നമ്മുടെ നായ്ക്കുട്ടി എന്തേ? അത് ചത്തുപോയി മോളെ. അതറിഞ്ഞുകൊണ്ടല്ലല്ലോ എന്നെ കടിച്ചത്. ഡാഡി, ആന്റി വന്നില്ലെങ്കിൽ ഞാനും നായ്ക്കുട്ടിയെ പോലെ ചത്തുപോകുമായിരുന്നല്ലോ. ആന്റി എന്നെ മമ്മിയെ പോലെയാ നോക്കിയത്. ഞാൻ ആന്റിയെ മമ്മിന്ന് വിളിച്ചോട്ടെ? ആന്റി എന്ന് വിളിച്ചാ മതി. മോളെ, ആന്റി പോയിട്ട് വരാം. ആന്റി പോവാണോ? പോട്ട് മോളെ, ആന്റിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആന്റി പോകരുത്. കുറച്ചധികം ദിവസമായില്ലേ ആന്റി വന്നിട്ട്. ആന്റി പോയിട്ട് വരാം മോളെ. പാല് കൊടുക്ക്. ഡാഡി, ആന്റിയെ കാറ് കയറ്റി വിട്ടിട്ട് വരാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി രാവും പകലും ഊണവും ഉറക്കവും ഇല്ലാതെ വളരെ ദിവസങ്ങളോളം ഷീല കഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
personal grounds, I am resigning my job. Kindly treat this as my resignation and oblige. Thanking you. Yours faithfully, Sheila. ജോലി രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാനാണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയാം. എന്റെ ശ്രീമോൾക്ക് ഒരമ്മയെ കിട്ടും എന്നുള്ള സ്വാർത്ഥത കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ കാരണം ഷീല ജോലി രാജിവെക്കരുത്. സർ, ഞാൻ വീട്ടിൽ ചെന്നാലുടനെ എന്റെ വിവാഹ നിശ്ചയം നടക്കും. ഞാൻ ക്ഷണക്കത്ത് അയക്കും. സാറും ശ്രീമോളും വിവാഹത്തിന് വരണം. തീർച്ചയായും വരും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവി, എന്റെ ശ്രീമോളെ രക്ഷിച്ചതിന് നിനക്ക് നന്ദി. ചേട്ടാ, ഷീലയോ? ആ കുഞ്ഞിന്റെ അസുഖമൊക്കെ മാറി വീട്ടിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. വരുന്ന വഴിയായിരിക്കും. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്പം നീരസത്തോടെയാണല്ലോ അവിടുന്ന് പോകുന്നത്. ആ പിണക്കമൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിണക്കമോ? എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്ന മനസ്സല്ലേ. വഴക്കു കൂടുമ്പോ പിണങ്ങാനും സ്നേഹം വരുമ്പോ ഇണങ്ങാനും അധിക സമയം വേണ്ടെന്ന് എനിക്കറിയാം. ആ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയല്ലേ, ഒരു കപ്പ് ചായ കുടിക്കാം. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി. ഷീലയ്ക്ക് പരിചയം കാണില്ല. അമ്മണി എന്റെ ഭാര്യയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇതാണ് ഷീല, ഞാൻ താലി കെട്ടാനിരുന്ന എന്റെ മുറപ്പെണ്ണ്. മറ്റു വിവരങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ആ, നീ ചെറുപ്പമല്ലേ, വിവാഹത്തിന് ഇനിയും സമയമുണ്ട്. എനിക്ക് ഏജ് ഓവറായി. ഞാൻ ഇനിയും കാത്തിരുന്നാൽ എനിക്ക് ആര് പെണ്ണ് തരും? അമ്മണിക്കുട്ടി, ഷീലയ്ക്ക് ചായ എടുക്കും. എനിക്കൊന്നും വേണ്ട. തെറ്റെന്റേതാവാം, നിന്റേതാവാം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാകണമെന്നില്ലല്ലോ. നീ പറയാറുണ്ടല്ലോ, മൃഗങ്ങളുമായുള്ള സഹവാസം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നോടിത് വേണമായിരുന്നോ ചേട്ടാ? ഇനി കരഞ്ഞിട്ട് എന്താടി കാര്യം? അവള് മുതലാളിയുടെ കൊച്ചിന്റെ സൂക്കേട് അന്വേഷിക്കാൻ പോയിരിക്കുന്നു. ഗൗതമനെക്കാട്ട് വലുതാണോടി നിനക്കാ കൊച്ച്? കല്യാണ നിശ്ചയത്തിന് നിന്നെ അവനവിടെ വിളിച്ചതല്ലേ? നിനക്ക് അവന്റെ കൂടെ പോന്നാൽ എന്തായിരുന്നു? പെറ്റുവളർത്തിയ തള്ളയാണെങ്കിൽ മനസ്സിലാക്കാം. നീ ആ കൊച്ചിന്റെ ആരാ? ഗൗതമൻ നിന്റെ മുറച്ചെറുക്കനായിരുന്നു. പക്ഷെ നിന്റെ താളത്തിനൊക്കെ അവൻ തുള്ളാണോ എന്ന് വിചാരിച്ചത്? അവനും ആണാണടി. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി അവൻ കെട്ടി. നീ അനുഭവിക്കടി, അനുഭവിക്ക. ശരിയല്ലേ? ശരിയാ. ഞാൻ വൈകുന്നേരം വരില്ല. മോളെ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. മോൾക്ക് എങ്ങനെ ഇരിക്കുന്നു സാർ? ഇപ്പൊ വിശേഷമൊന്നുമില്ല. അവള് സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? വേണം വേണം. പേപ്പട്ടി അല്ലേ കടിച്ചത്? അട്ടെ. ഓ,
എടാ കുട്ടപ്പാ, എന്താ സാറ് ഇനിന്ന് വരില്ല. നീ പണി കഴിഞ്ഞ് ഒരു 10 ചാക്ക് സിമന്റ് കൂടി വീട്ടിലോട്ട് തട്ടിയേരെ. സത്യശീലൻ സാറേ, എന്ത് പറ്റി? സാറ് സിമന്റിന്റെ കണക്ക് നോക്കുമ്പോ കുഴയരുത്. എന്തിന്? സിമന്റ് ദിവസേന കുഴച്ചല്ലേ ഉപയോഗിക്കുന്നത്? നിന്റെ കണക്കിൽ 8, എന്റെ കണക്കിൽ 7. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തോളാം. അവിടെ ഈ കള്ളൻ പോടുന്നത്. ഷീല എപ്പോ വന്നു? ഞാൻ വന്നിട്ട് അല്പസമയമായി സർ. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞോ? എന്നാ വിവാഹം? വിവാഹം കഴിഞ്ഞു സർ. റിയലി? എന്നിട്ട് എന്താ ഞങ്ങളെ അറിയിക്കാഞ്ഞ്? എന്റെ വിവാഹമല്ലേ അറിയിക്കേണ്ടത്? മനസ്സിലായില്ല. ഞാൻ മടങ്ങിച്ചെന്നത് വൈകിപ്പോയി സർ. ഗൗതമേട്ടൻ മറ്റൊരു വിവാഹം ചെയ്തു. മൈ ഗാഡ്, വാട്ട് ഹാപ്പൻഡ്? എന്റെ വിധിയാണ് സർ. സാരമില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. സാറിനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജോലി തരണം. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നാട്ടിൽ കഴിയാൻ വിഷമമുണ്ട്. ഷീലേ, എന്റെ മകളോടുള്ള സ്നേഹം കൊണ്ട് ഗൗതമൻ വന്ന് വിളിച്ചിട്ട് പോലും നീ പോയില്ല. അന്ന് നീ പോയിരുന്നെങ്കിൽ എന്റെ മകൾക്ക് എന്തും സംഭവിക്കുമായിരുന്നു. നീയാണ് അവളുടെ ജീവൻ രക്ഷിച്ചത്. അത് എന്റെ കടമയായിരുന്നു സർ. എന്റെ മോളെ നീ രക്ഷിച്ചപ്പോ നിനക്കൊരു കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു. ആ നഷ്ടം മറ്റൊരു രീതിയിലെങ്കിലും പരിഹരിക്കാൻ എന്നെ അനുവദിക്കുമോ? എന്റെ മകളുടെ അമ്മയായി നീ ഈ വീട്ടിലേക്ക് കടന്നു വരണമെന്ന് ഒരിക്കൽ ഞാൻ അപേക്ഷിച്ചു. ഇപ്പോ ഞാൻ ഈ വീണ്ടും ആവർത്തിക്കുന്നു. ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ശ്രീമോൾ ദാഹിക്കുകയാണ്. നിനക്ക് മാത്രമേ ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയൂ. തിടുക്കമല്ല, സാവധാനം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. മൈ ഡിയർ സ്റ്റാഫ്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബോണസോ ഇൻക്രിമെന്റോ കൂട്ടിത്തരുവാൻ പോവുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇന്ന് വീണ്ടും വിവാഹിതനായി രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. വധു നിങ്ങൾക്ക് പരിചയമുള്ള ഷീല. അത് വക്കച്ചന്റെ കൊടുത്തേക്ക്. വക്കച്ചന്റെ വേറെ കൊടുക്കും. വക്കച്ച എന്തോ? ഇങ്ങ് വന്നാട്ടെ. ഇരിക്കൂ. വേണ്ട സർ. സാറോ? അതുകൊള്ളാലോ. ഇന്ന് ഷീലയുടെ ആദ്യ രാത്രിയാണ്, എന്റെ രണ്ടാമത്തേത്. ഇന്നു മുതൽ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഷീലയോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ ശ്രീമോൾക്ക് ഒരമ്മയുടെ സ്നേഹമോ വാത്സല്യമോ കിട്ടിയിട്ടില്ല. അവളുടെ മമ്മിയും ഡാഡിയും എല്ലാം ഞാനായിരുന്നു. ഇന്നു മുതൽക്ക് അവൾക്കൊരു മമ്മിയെ കിട്ടിയിരിക്കുകയാണ്. അവൾ ഒരിക്കലും വേദനിക്കാൻ ഇടയുണ്ടാക്കരുത്. ശ്രീമോൾ എന്റെ മകളാണ്, എന്റെ മോൾ. ആന്റിയോ? ഇന്നു മുതൽ മോളുടെ മമ്മിയാണ്. അത് നേരത്തെ അല്ലേ? ഇപ്പോ ഡാഡി ആന്റിയെ വിവാഹം കഴിച്ചിരിക്കല്ലേ? വിവാഹം കഴിച്ചാൽ എങ്ങനെയാ മമ്മിയാകുന്നത്?
മോൾ ഇന്ന് മുതൽ മമ്മി എന്ന് വിളിച്ചാൽ മതി. ഞാൻ ആന്റിനെ വിളിക്കൂ. അങ്ങനെ വിളിക്കരുത് മോളെ, പറയുന്നതനുസരിക്കേ. ആന്റി പറയട്ടെ ഞാൻ എന്ത് വിളിക്കണമെന്ന്. മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. മമ്മി മോളെ മമ്മി പൊന്നുവാവേ പൊന്നുവാവേ സുന്ദരിക്കുട്ടി. കുഞ്ഞുമാവെ തൊടല്ലേ, ഇനി വന്നേ. ഞാൻ കുഞ്ഞോടെ വേണ്ട, അടുത്ത് ഇവിടെ വരെ. നല്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണം. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മേനു. താങ്ക്സ്. മോള് നല്ല കളിയാണല്ലോ. ഡാഡി ആന്റിക്ക് അങ്കിളും ചോക്ലേറ്റ് കൊടുക്കണ്ടേ? മോളൊന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, കുഞ്ഞുവാവ ഇട്ടേച്ച് എങ്ങനെയാ ക്ലാസ്സിൽ പോകുന്നത്? അല്ലേ ഡാഡി? ഇനി മടിയിലിരുത്താനേ ഡാഡിക്കും മമ്മിക്കും കുഞ്ഞുവാവയുണ്ട്. ഇപ്പോഴേ മടി നിറയിക്കോ. നേരാ, ഇനി ഡാഡിക്കും മമ്മിക്കും ശ്രീമോളെ വേണ്ട, കുഞ്ഞുമാവെ മതി. ഇനി ശ്രീമോളെ മമ്മിയുടെ കൂടെ കിടത്തത്തുമില്ല. സിമന്റ് മോഷണം പോയിട്ടുണ്ട് കൂട്ടപ്പാ. 120. ശരിയാണോടോ സത്യശീല? എനിക്കൊരു ബുദ്ധിമോശം പറ്റിപ്പോയതാ. ബുദ്ധിമോശമല്ല, സത്യദോഷം. ശരിയല്ലേ? ആന്നേ, ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടത്? പിരിച്ചുവിടണം. മോഷണ കുറ്റത്തിന് പോലീസിൽ ഏൽപ്പിച്ചാലോ? അയ്യോ, ചതിക്കല്ലേ സാറേ. കൈ കിട്ടിയ അവരെന്നെ സിമന്റ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചു കളയും. ഏതായാലും തന്നെ ഞാൻ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം രക്ഷിക്കും. എന്നെ അത് മനസ്സിരിക്കട്ടെ. എന്ത് കണ്ടീഷനിലാ ജോലി തുടരേണ്ടതെന്നറിയാം? അറിയില്ലേ? താൻ മോഷ്ടിച്ചെടുത്ത 120 ചാക്ക് സിമന്റിന്റെ വില തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഒന്നിച്ചല്ല, പല ഗഡുക്കളായിട്ട്. എന്തു പറയുന്നു? സാറിന്റെ ഇഷ്ടം. ഒരു നിബന്ധന കൂടി. പറഞ്ഞാട്ടെ. തന്റെ പേര് ഞാൻ മാറ്റി. സത്യദോഷി എന്നായിരിക്കും. ആ, കറക്റ്റ്. എടാ സത്യദോഷി, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സത്യദോഷി സാറേ, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് അനുഭവിച്ചോ. ഞാൻ അനുഭവിച്ചോ ഇപ്പോ? മോളെ കാപ്പി അവിടെ വച്ചേക്ക് കല്യാണിയമ്മേ. മമ്മി മമ്മി നാളെ എനിക്ക് ഹോളിഡേയാ. മോളെ മാറി നിൽക്ക്, കുഞ്ഞുവാവയുടെ മേത്ത് മുട്ടും. ഹോ, മമ്മിക്ക് ഇപ്പ കുഞ്ഞുമാവയെ ആരും തൊടുന്നത് ഇഷ്ടമല്ല. തൊടുകയാണോ? നീ മുട്ടിയാ കുഞ്ഞിനെ വേദനിക്കില്ലേ? കുഞ്ഞുവിനെ ഛർദിച്ചോ? ഇല്ല, ഉച്ച കഴിഞ്ഞ് മരുന്ന് കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്നതാ, പേടിക്കണ്ട. മോളെ വിളിച്ചോണ്ട് പോയി കാപ്പി കൊടുക്കൂ. ആ മോളെ, ഇനി കുറെ ദിവസത്തേക്ക് മോള് ഡാഡിയുടെ കൂടെ. അപ്പൊ മമ്മിയോ? മമ്മിയും കൊച്ചുവാവേ ഈ മുറിയില്. വേണ്ട, ഞാൻ മമ്മിയുടെ കൂടെ ഈ മുറിയിൽ കിടന്നോളാം. നോ, ഡാഡിയുടെ കൂടെ കിടന്നാ മതി. വേണ്ട. നോക്ക്, രാത്രി ഹോംവർക്ക് ഒക്കെ ചെയ്തേച്ച് അത്താഴം ഉണ്ടേച്ച് നമുക്ക് കെട്ടിപ്പിടിച്ചേർന്ന് തുടങ്ങാം. വേണ്ട, ഞാൻ മമ്മിയുടെ കൂടെ കിടന്നോളാം. അവളുടെ കൂടെ കിടന്നോട്ടെ. അത് വേണ്ട. ഉറക്കത്തിൽ അവളുടെ കയ്യോ കാലോ കുഞ്ഞിന്റെ മേത്ത് മുട്ടിയാലോ? മാമോളെ മമ്മി വരാനാ പറഞ്ഞ. വേണ്ട വാ. മമ്മി. ഇനി മടിയിലിരുത്താനേ ഡാഡിക്കും മമ്മിക്കും കുഞ്ഞുവാവയുണ്ട്. ഇപ്പോഴേ മടി നിറയിക്കോ. നേരാ, ഇനി ഡാഡിക്കും മമ്മിക്കും ശ്രീമോളെ വേണ്ട, കുഞ്ഞുമാവെ മതി. ഇനി ശ്രീമോളെ മമ്മിയുടെ കൂടെ കിടത്തത്തുമില്ല. മമ്മി ഈ ബക്രോൺ എടുത്താ. നീ എന്തായി കാണിച്ചത്? കുഞ്ഞു മടിയിലിരിക്കുന്ന കണ്ടില്ലേ? ഈ ബക്രോൺ എടുത്തരാൻ. കല്യാണിയോട് പറ, അവരിട്ട് തരും. എനിക്ക് മമ്മി എടുത്തന്നാ മതി. മമ്മിയുടെ കൈ കുഞ്ഞുവാവ ഇരിക്കല്ലേ മോളെ? അതിനകത്ത് താഴെ കിടത്തിയാൽ എന്താ? അവൾ എന്തായി പറയുന്നത്? കുഞ്ഞുവാവെ താഴെ കിടത്താൻ പറ്റുമോ? കുഞ്ഞുമാവയെ താഴെ കിടത്തിയാൽ എന്താ? എന്താ മോളെ വഴക്ക്? മമ്മിയോട് ഈ ബക്കറ്റ് തരാൻ പറഞ്ഞിട്ട് ഇട്ട് തരുന്നില്ല. ആ, ഡാഡി ഇട്ട് തരാം. എനിക്ക് മമ്മി എടുത്തന്നാ മതി. ദേ വാശി പിടിക്കരുത്, അടി വാങ്ങിക്കും. സ്കൂളിൽ പോയ സമയമായി, അവിടെ ഇരിക്കേ. പിന്നെ വരുമ്പോ 2 മീറ്റർ പ്ലാനിൽ വാങ്ങിക്കൊണ്ടുവരണം. കുഞ്ഞിന് രാത്രിയിൽ ഇടാൻ 2-3 ഉടുപ്പ് വെക്കണം. പൊന്നുമോൾക്ക് രാത്രി തണുക്കുന്നുണ്ടോടി? എന്റെ തങ്കക്കുടത്തിന് അച്ഛൻ വരുമ്പോ ഫ്ലാനലിന്റെ ഉടുപ്പ് തയ്പ്പിച്ചോണ്ട് വരാം. വാ.